ഹായ്, ഞാനാണ് നിങ്ങളുടെ സ്വന്തം പിരീഡ്. ഈ മാസം 2-ാം തീയതി കല്യാണം, 12-ാം തീയതി ഒരു അമ്പലം പോക്ക്, 28-ാം തീയതി ഒരു ട്രിപ്പ്. എല്ലാം കൂടെ വെച്ച് നോക്കുമ്പോ ട്രിപ്പാണല്ലോ പ്രധാനം. അതിനാണ് അടിച്ചുപൊളി ഉള്ളത്. എന്നാ പിന്നെ 28-ാം തീയതി തന്നെ ചെന്നേക്കാം. ക്ഷമിക്കണം മോളെ, ഈ മാസം എനിക്ക് കുറച്ച് വയറുവേദന മാത്രമേ തരാൻ പറ്റുള്ളൂ. സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണേ. അടുത്ത മാസം ഒരു ഊരവേദനയോ ഛർദിയോ അങ്ങനെ കുറച്ചും കൂടെ തന്നേക്കാം. വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ. നീ എന്താ കരുതിയ ഒരു ഹോട്ട് വാട്ടർ ബാഗും കുറച്ച് ഉലുവ വെള്ളവും കൊണ്ടുവന്ന ഞാനങ്ങ് പേടിച്ചു പോകുന്നു. ഇവക്ക് ഇത് തന്നെയാണ് പണി. അടുപ്പിച്ചുള്ള എന്തെങ്കിലും പരിപാടിക്ക് നോക്കൂടെ? ഇതിപ്പോ ഡേറ്റ് ഒക്കെ കുറച്ച് വിട്ടാണല്ലോ. എന്നാ ഒന്ന് കേറി ചെല്ല. മോളെ ഡേറ്റ് കഴിഞ്ഞല്ലേ, പക്ഷെ എനിക്കൊന്നും വരില്ല. ടെൻഷൻ അടിച്ചോ, നന്നായി ടെൻഷൻ അടിച്ചു. ഇതൊക്കെയല്ലേ എനിക്ക് രസം. ഇന്നല്ലേ ഇവളുടെ ഡേറ്റ്. ഇന്ന് ചെല്ലണ്ട, മറ്റന്നാ അവക്കൊരു അമ്പലം പോക്കുണ്ട്. തലേന്ന് രാത്രിയോ എന്നിട്ട് രാവിലെ അങ്ങ് കൊടുത്തേക്കാം. ചാടിത്തുള്ളി പോകുന്ന കണ്ടാ വരാടി. അടുത്ത ആഴ്ച ഇത് ട്രിപ്പില്ലേ, സ്വിമ്മിംഗ് പൂളിലൊക്കെ എല്ലാരും ചാടി മറിയുമ്പോ ഒരു ഹൈ ഫ്ലോയിങ് ഞാൻ തന്നേക്കാം. കഴിഞ്ഞ ആഴ്ച ഇവിടെ കെട്ടിയവന് എന്നെ കുറച്ച് കുറ്റം പറഞ്ഞു, ഇവിടെ മൂഡ് സ്വിങ്സ് എന്നൊക്കെ പറഞ്ഞു. ഈ ആഴ്ചത്തെ ഇവളുടെ പീരീഡ്സ് ടൈമില് കുറച്ച് ഭ്രാന്തങ്ങ് കൊടുത്തേക്കാം. മരത്താലടിച്ച് പൊട്ടിക്കട്ടെ. പിന്നെ കാര്യം ഞാനങ്ങ് പറഞ്ഞേക്കാം, എന്റെ ട്രിപ്പിന് പോയിട്ട് ഒരു ചാടി തുള്ളാൻ നിൽക്കണ്ട. എനിക്കൊന്നും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങണം. ചാടി തുള്ളി എന്നെ ഒലിപ്പിച്ചാണ്ടല്ലോ പിന്നെ പറഞ്ഞേക്കാം. പിന്നെ ഹൈ ഫ്ലോ എന്നതൊന്നും നിന്റെ മൂടങ്ങ് മാറ്റി കളഞ്ഞ. ബ്ലഡ് തീർന്നെന്ന് കരുതിയല്ലേ, ഫ്ലോ അങ്ങ് പോയെന്ന് കരുതിയല്ലേ. സാരല്ല, ഒരു 7 ഞാൻ കുറച്ചും കൂടി ഫ്ലോ ആയിട്ട് അങ്ങ് വന്നേക്കാം. എങ്ങനെയുണ്ട്?